ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ആയും ഈ ചിഹ്നവും വെച്ച് പഠിച്ചിരുന്നു. ഈ ചിഹ്നത്തിൻ്റെ വാക്കുകളാണ് പഠിച്ചിരുന്നത്, ചിഹ്നങ്ങളുടെ വാക്കുകൾ പഠിച്ചിരുന്നു. ഇന്ന് ഈ ചിഹ്നത്തിലുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനും വായിക്കാനും പഠിക്കാം. ആദ്യ അക്ഷരത്തിൽ നമുക്ക് ചിഹ്നങ്ങൾ ചേർത്ത് അതൊന്ന് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കീ, മീ, പീ, ലീ, ചീ ഇങ്ങനെയാണ് ഈ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ വായിക്കേണ്ടത്. നമുക്ക് വാക്കുകളിലോട്ട് പോകാം. വാക്കുകളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഇത് ച, ഈ ചിഹ്നം ര. അക്ഷരങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് വായിക്കാം. ചായും ഈ ചിഹ്നവും ചേരുമ്പോൾ ചീ, ര, ചീര. നെക്സ്റ്റ് വാ, ഈ ചിഹ്നം ണ. വായും ഈ ചിഹ്നം ആകുമ്പം വീ, ണ, വീണ എന്നാണ് വായിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് കാ, ഈ ചിഹ്നം ശ. കായും ഈ ചിഹ്നം ആകുമ്പം കീ, ശ, കീശ. ത, ഈ ചിഹ്നം വാ, ണ്ട, ഈ ചിഹ്നം. ഈ ചിഹ്നമാണ് ഈ അല്ല, ണ്ട കഴിഞ്ഞ് ഈ ചിഹ്നം. അപ്പം തീ, വ, തീവ, ണ്ട വള്ളിയാകുമ്പോൾ ണ്ടി, തീ വണ്ടി, തീവണ്ടി. ഓക്കെ, മൂന്നക്ഷരമൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പാടായിരിക്കും. അത് കുഴപ്പമില്ല, ശരിയായിക്കോളും. അടുത്തത് ക, ഈ ചിഹ്നം ത, ഈ ചിഹ്നം. തായും ഈ ചിഹ്നം ആകുമ്പം തീ, കീ, തി, കീർത്തി. നെക്സ്റ്റ് നിങ്ങളൊന്ന് അക്ഷരങ്ങളൊന്ന് തനിയെ പറഞ്ഞു നോക്കുക. കുട്ടികൾ തനിയെ പറയണം, ഏതൊക്കെയാണെന്ന് നോക്കണം. നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. അതിനുശേഷം വാക്കുകൾ ചേർത്ത്, ചിഹ്നങ്ങൾ ചേർത്ത് അക്ഷരങ്ങളൊന്ന് പറയുക. ഞായും ഈ ചിഹ്നവും നീ, രായും ആ അടയാളവും നമ്മൾ ആദ്യം പഠിച്ചതാണ്. ആ അടയാളം ചേർക്കുമ്പോൾ രാ. അടുത്ത ളായും ഈ ചിഹ്നവും ലി, നീ, രാ, ലി, നീരാളി. അങ്ങനെയാണത് വായിക്കേണ്ടത്. നെക്സ്റ്റ് അടുത്ത ചിഹ്നത്തിലോട്ട് പോവുകയാണ്. ഓ ചിഹ്നത്തിലോട്ടാണ് പോകുന്നത്. ഓ ചിഹ്നത്തിൽ അക്ഷരങ്ങൾ വെച്ചെഴുതുന്നതാണ്. കു, തു, മു, ചു, പു. കാണാവോ എന്നറിയത്തില്ല. നിങ്ങൾ ബാക്കി അക്ഷരങ്ങളും കൂടി മാക്സിമം എഴുതി പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ അക്ഷരവും വാക്കുകളും കൂട്ടി വായിക്കാൻ പറ്റുള്ളൂ. കായും ഊവും നമ്മളിപ്പം പറഞ്ഞതാണ്. കു എന്ന് വായിക്കും. യായും ഈ ചിഹ്നവും ഈ, ഇൾ, ലാസ്റ്റത്തത് ഇൾ. അപ്പോൾ കുയിൽ, കു, ഈ, ഇൾ, കുയിൽ എന്നാണ് വായിക്കുന്നത്. കുയിൽ. ഓക്കെ, പ, ഉ ചിഹ്നം, ല, ഈ ചിഹ്നം. മനസ്സിലായല്ലോ? നിങ്ങൾ സ്വയം ആദ്യം പറയണം കേട്ടോ. പൂവും ലീയും, പൂ, ലീ, പുലി. അടുത്ത വാക്കിലോട്ട് പോകാം. ക, ഉ ചിഹ്നം, ഡ. നമ്മൾ ഊ ചിഹ്നം വെച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വാക്കുകളാണ് വരുന്നത്. കായും ഊ ആകുമ്പം കു, ഡ, കുട. പായും ഊ ചിഹ്നം ക. പായും ഊ ചിഹ്നം ആകുമ്പം പൂവായി ക, പുക. മാ, ഊ ചിഹ്നം, ഡ, ഈ ചിഹ്നം, മുടി, മുടി. നെക്സ്റ്റ് മാ,
മുകളിൽ എഴുതിയത് അതേ സെയിം വരെയാണ്. മായും ഊച്ചിഹ്നവും ആകുമ്പോൾ എന്തുവാണ്? മൂ ആയി. ഇത് അക്ഷരം ഇല്ലായാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇല്ല. മൂവും ഇല്ലായും ആകുമ്പോൾ മുല്ല. കാ ഊച്ചിഹ്നം ആവുമ്പോൾ കൂ ആയി. തായും ഈ ചിഹ്നവും തീയായി. ര കു തി ര കുതിര. കുതിര 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 ഒത്തു വായിക്കുക കുതിര. അടുത്തത് ഊ ചിഹ്നമാണ്. ഇതുവരെ എഴുതിയത് ഊ ആണ്. ഇനി അടുത്ത ഊ ചിഹ്നമാണ്. ഊയിൽ അക്ഷരങ്ങൾ വെച്ച് എഴുതാം. കു തു ചു. പറയണം കേട്ടോ, എൻ്റെ കൂടെ പറഞ്ഞു തന്നെ വരണേ. മൂ. വേറെ ബാക്കി അക്ഷരങ്ങൾ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ എഴുതി തന്നെ പഠിച്ചാലേ ശരിയാവുള്ളൂ. മായും ഓവും ചിഹ്നവുമാണ്. ളായും ഈ ചിഹ്നവും. ളായും ഈ ചിഹ്നവും ലീയായി. മായും ഊ ചിഹ്നവും മൂ ആയി. മൂളി മൂളി. അടുത്തത് പായും ഊ ചിഹ്നം പൂ. ഇച്ച പൂച്ച. ഇച്ചയൊക്കെ പഠിച്ചതാണ് കേട്ടോ. മറന്നുപോയെങ്കിൽ നിങ്ങളൊന്നും കൂടി പഠിക്കണം. അല്ലെങ്കിൽ ഈ വാക്കുകൾ എഴുതുമ്പം തന്നെ കൂടെ പറഞ്ഞ് പഠിച്ചു പോവുക. പായും ഊ. പൂ. ബ. ബായും ആ ചിഹ്നവും ബാ. ലാസ്റ്റത്തെ റ്റ. പൂമ്പാറ്റ. വാക്കുകൾ ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് അതെടുത്ത് വെച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു നോക്കി പഠിക്കണം. പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, എഴുതാനും പറ്റും തനിയെ. ആദ്യത്തെ ഇത് നോക്കാം. പ ഊ ചിഹ്നം പൂവായി. ത ഉ തൂവായി. ബ ഈ ചിഹ്നം ബിയായി. പൂത്തുമ്പി പൂത്തുമ്പി. നമ്മൾ 2-3 അക്ഷരങ്ങളായി കഴിഞ്ഞ് പായും ഊവും വെച്ച് ഓ ചിഹ്നവും വെച്ച് അപ്പം പൂ വാ ഇട്ട് ചന്ദ്രകലയാണ് എഴുതിയിരിക്കുന്നത്. എന്നാണ് നമ്മൾ ചന്ദ്രകലയ്ക്ക് വരുന്ന. അപ്പം വായും ചിഹ്നമാകുമ്പം വ് പൂവ്. രാ ഊ. നമ്മൾ ഇതുവരയ്ക്കും രാ വെച്ച് എഴുതി അക്ഷരങ്ങളിൽ എഴുതിയില്ലായിരുന്നു. അപ്പം രൂപ. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.